ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 9 വർഷത്തിലേറെയായി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയവരാണ് പാറമട വീട്ടിലെ ബാലചന്ദ്രൻ തമ്പിയും നീലിമയും മക്കളും അടങ്ങുന്ന കുടുംബം. ഇങ്ങനെ ഒരു കുടുംബം ശരിക്കും ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നത്ര സ്വാഭാവികതയോടെ ആ പരമ്പര മുന്നോട്ടു പോകുന്നതിന് പിന്നിൽ വലിയൊരു കൂട്ടായ്മ തന്നെയുണ്ട്. അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് തിരുവനന്തപുരം ഇടപ്പഴഞ്ഞി സ്വദേശിയായ കണ്ണൻ എന്ന് വിളിക്കുന്ന സുരേഷ് ബാബു. ഉപ്പും മുളകും പരമ്പരയുടെ ലൊക്കേഷനിൽ വന്നിരുന്നാണ് താൻ കഥ എഴുതാറുള്ളതെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷനുകളിൽ കണ്ണൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന സുരേഷ് ബാബു എന്ന പേരിനേക്കാൾ പ്രേക്ഷകർക്ക് പരിചയം ഭാസി എന്നോ ഭാസി അണ്ണനെന്നോ ഭാസി അങ്കിളെന്നോ ആവാം. ഉപ്പുമുളകിൽ ഉടായ്പകളും തമാശകളും മണ്ടത്തരങ്ങളും ഒക്കെയായി ഇടയ്ക്കൊക്കെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഫാസി ബാലുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്നാൽ ഉപ്പുമുളകിലെ വെറുമൊരു അഭിനേതാവ് മാത്രമല്ല സുരേഷ് ബാബു. 3 സീസണുകളിലായി 1000-2000 എപ്പിസോഡുകൾക്ക് ഏറെ പിന്നിട്ട് ജൈത്രയാത്ര തുടരുന്ന ഉപ്പുമുളകിന്റെ 1000-ലേറെ എപ്പിസോഡുകളുടെ തിരക്കഥ ഒരുക്കിയത് ഈ തിരുവനന്തപുരത്തുകാരനാണ്. ഉപ്പും മുളകിലെ വിശേഷങ്ങളും തന്റെ അഭിനയ എഴുത്ത് ജീവിതത്തിലെ നാൾ വഴികളെ കുറിച്ചുമെല്ലാം സുരേഷ് ബാബു പറയുന്നത് ഇങ്ങനെയാണ്. എഴുത്താണ് തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞത് വളരെ യാദൃച്ഛികമായിട്ടായിരുന്നു എന്ന് സുരേഷ് ബാബു പറയുന്നു. 30 വയസ്സിന് ശേഷമാണ് എഴുത്തിലേക്കും അഭിനയത്തിലേക്കും ഒക്കെ വരുന്നത്. അതിനു മുൻപ് കുറെ ബിസിനസ് ചെയ്തു നോക്കി, ഒന്നും വിജയിച്ചില്ല. കലകളിലും സ്പോർട്സിലുമെല്ലാം ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. ധാരാളം സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു എല്ലാ കാലത്തും. ഒന്നും ശരിയാവുന്നില്ലല്ലോ, എന്താണ് എൻ്റെ വഴി എന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് അമൃത ടിവിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനായി ആളെ അന്വേഷിക്കുന്ന കാര്യം അറിയുന്നത്. സുരേഷ് ബാബു തൻ്റെ ഒരു സുഹൃത്തിനെ അതിലേക്കായി നിർദ്ദേശിച്ചു. അവൻ്റെ കൂടെ ഒരു കമ്പനിക്ക് സുരേഷ് ബാബുവും മീറ്റിങ്ങിന് പോയി. വളരെ സൗഹൃദത്തോടെയുള്ള ആ ചർച്ചയ്ക്കിടെ സുരേഷ് ബാബു തൻ്റെ ചില ആശയങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പങ്കുവച്ചു. ആ മീറ്റിംഗിൽ ഉപ്പും മുളകിന്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ സാറൊക്കെ ഉണ്ടായിരുന്നു. മീറ്റിംഗിൽ താൻ പറയുന്നതൊക്കെ അവർ കുറിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നുവെന്നും മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും ഒന്ന് എഴുതി നോക്കിക്കൂടെ എന്ന് സുരേഷ് ബാബുവിനോട് ചോദിച്ചു. എന്തിന് എന്നായിരുന്നു ഉടനെയുള്ള തൻ്റെ മറുചോദ്യം. വെറുതെ എഴുതി നോക്കൂ എന്ന് അവർ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് ചിരികിടത്തോം എന്നൊരു പ്രോഗ്രാമിനായി സ്ക്രിപ്റ്റ് എഴുതുന്നത്. അവരെല്ലാം നിർബന്ധിച്ചപ്പോൾ അതിലൊരു ചെറിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ആ പരിപാടി ഫ്ലോപ്പായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ വെച്ച് നല്ല 2 സുഹൃത്തുക്കളെ കിട്ടിയെന്നും നടനും സംവിധായകനുമായ മുസ്തഫയും നടൻ SP ശ്രീകുമാറും ആ സൗഹൃദം വഴി ഒരു വഴിത്തിരിവായി എന്നും സുരേഷ് ബാബു പറഞ്ഞു. മമ്മൂട്ടി അഭിനയിച്ച ഉണ്ട സിനിമയുടെ ഒക്കെ നിർമ്മാതാവായ കൃഷ്ണൻ സേതുകുമാർ നിർബന്ധിച്ച് കഥയറിയാതെ എന്നൊരു പരമ്പരയ്ക്കും തിരക്കഥ എഴുതി. കഥയറിയാതെ കണ്ടാണ് ബൈജു ദേവരാജ് സൂര്യയിൽ സരയു എന്ന സീരിയലിൻ്റെ തിരക്കഥ എഴുതാൻ വിളിക്കുന്നത്. അത് ഏകദേശം 400 എപ്പിസോഡുകളോളം എഴുതി. സരയുവും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. അപ്പോഴേക്കും താനും മുസ്തഫയും ശ്രീകുമാറുമൊക്കെയായുള്ള ബന്ധം ഏറെ സ്ട്രോങ് ആയിരുന്നുവെന്നും അവർ സുരേഷ് ബാബുവിനെ മറിമായത്തിലേക്ക് വിളിച്ചു. അതിലും സുരേഷ് ബാബു കുറച്ചുനാൾ അഭിനയിച്ചു. പിന്നീട് മുസ്തഫയും സുരേഷ് ബാബുവും ഉണ്ണികൃഷ്ണൻ സാറും വിജു സോപാനവും ചേർന്ന് അമൃതയിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊരു പരമ്പര ചെയ്തു. അതും നന്നായി വന്നു. ബിജു അതിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആ പരമ്പര വിജയമായതാണ് ഉപ്പും മുളകും തുടങ്ങാൻ പ്രചോദനമായത്. ഉപ്പും മുളകും പിറന്ന കഥയെക്കുറിച്ച് സുരേഷ് ബാബു വാചാലനായി. താൻ ആദ്യം ഉപ്പും മുളകിൽ അഭിനയിക്കാൻ ആണ് ചെന്നതെന്നും പിന്നീടാണ് തിരക്കഥ എഴുതി തുടങ്ങിയത്. ബന്ധങ്ങളുടെ വേരുകൾ തേടിപ്പോകുന്നതിൻ്റെ ഒരു സൗന്ദര്യമുണ്ടല്ലോ. പടവലം വീട്, നെയ്യാറ്റിങ്കര വീട് എന്നതൊക്കെ അങ്ങനെ വികസിപ്പിച്ചെടുത്തതാണ്. മാൽഗുഡി ഡേയ്സ് പോലുള്ള വലിയ സീരീസ് കണ്ട കാലത്തു തന്നെ അത്തരത്തിലുള്ള കഥകളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടുണ്ട്. പലയിടത്തും ആ ആശയം അവതരിപ്പിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. ഫ്ലവേഴ്സ് തന്നൊരു സ്വാതന്ത്ര്യം എടുത്തു പറയാതെ വയ്യ. 50 എപ്പിസോഡ് മുതൽ നിഷചേച്ചിയും ബാലുവും ഞാനുമൊക്കെ സ്വന്തം ഇഷ്ടത്തിന് എന്നെ പോലെ അങ്ങ് കളിച്ചു കയറുകയായിരുന്നു. അത് ഹിറ്റായതോടുകൂടെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. താനൊരു ഈശ്വര വിശ്വാസിയാണെന്നും
അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടെന്നും വിശ്വസിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം കണ്ട് ഇത്രയൊക്കെ ആഘോഷിക്കാനുണ്ടോ എന്ന് അൻപരപ്പ് ഉളവാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. ചില ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ പറയും, ദേ ഫാസിയണ്ണൻ വരുന്നു, ഫാസിയങ്കിൾ വരുന്നു എന്ന്. ഞാൻ ചോദിക്കും, എന്ത് വാടേ, എൻ്റെ പേരും നിങ്ങൾ മാറ്റിയോ എന്ന്. പക്ഷേ അതൊക്കെ വലിയ സന്തോഷമാണ്. ബിജുവും സുരേഷ് ബാബുവും തമ്മിൽ നല്ല ആത്മബന്ധമുണ്ടെന്നും അത് തങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് എന്നും ആ ടീമിലേക്ക് നിഷചേച്ചി വന്നു. ആദ്യം മുതൽ ഡയലോഗൊക്കെ മുഴുവൻ എഴുതി തന്നെയാണ് ഷൂട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാലും അതിലേക്ക് അവരുടെയൊക്കെ കുട്ടികളുടെയും എല്ലാം ഭാഗത്തു നിന്നുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട്. അതുകൂടി ചേരുന്നതാണ് പരമ്പരയുടെ വിജയം. ഉപ്പും മുളകിനെ കുറിച്ച് പറയുമ്പോൾ ബാലു എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയാതെ വയ്യ. ഉപ്പും മുളകും എന്ന സീരിയലിൻ്റെ വിജയത്തെ വിലയിരുത്തുമ്പോൾ തനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് സുരേഷ് ബാബു പറഞ്ഞു. ബാലു എന്ന കഥാപാത്രം ഒരുപാട് മലയാളി പുരുഷന്മാരെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അയാൾ പാവപ്പെട്ടവനാണ്, അതേസമയം പണക്കാരനാണ്. അത്താഴത്തിനില്ല, ആധാരത്തിലുണ്ട് എന്ന് പറയുന്നതാവും അയാളുടെ കാര്യത്തിൽ ശരി. ആ കഥാപാത്രത്തിന് ധാരാളം ഭൂസ്വത്തുണ്ട്. ബാലു കുഴുമടിയനാണ് പലപ്പോഴും. എന്നാൽ മക്കൾക്ക് വേണ്ടി അയാൾ പാറ ഉടയ്ക്കാൻ വരെ പോകും. മദ്യപാനിയാണോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് സത്യത്തിൽ അതിൻ്റെ രുചി പോലും ഇഷ്ടമല്ല. പക്ഷേ ആളുകൾക്ക് മുന്നിൽ ഷോ കാണിക്കാൻ കുടിക്കും. വലിയ ദേഷ്യക്കാരനാണ്, പക്ഷേ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാണ്. ഈ ദ്വന്ദ്വ സ്വഭാവങ്ങൾ വച്ചിട്ടാണ് മൊത്തത്തിലുള്ള കളി. അപ്പോൾ കാണുന്നവർക്കും തോന്നും ഇയാൾ ഞാനല്ലേ എന്ന്. അവർക്ക് കഥാപാത്രമായി താതാമ്യം പ്രാപിക്കാൻ കഴിയും. സുരേഷ് ബാബു പറയുന്നു, അദ്ദേഹം നേരിൽ പരിചയപ്പെട്ട ഒരുപാട് പുരുഷന്മാർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിന് മുന്നിൽ വിജയായി നിൽക്കുമ്പോഴും എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ട്. താനൊരു പരാജയമാണോ എന്നൊക്കെ സ്വയം തോന്നാറുണ്ടെന്ന്. വേദനയുടെയും പരാജയത്തിൻ്റെയും ഒക്കെ ഒരു വേദന മിക്ക പുരുഷന്മാരിലും ഉണ്ട്. ബാലുവിലും അതൊക്കെ കൊണ്ടുവരാറുണ്ട്. ബിജു സോപാനത്തിന് ആ കഥാപാത്രത്തെ കൃത്യമായി തന്നെ ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ട്. കട്ടയ്ക്ക് നിൽക്കുന്ന പെർഫോമൻസ് കാഴ്ചവെച്ച് നിഷചേച്ചിയും എതിർവശത്ത് നിൽക്കുമ്പോൾ ആ കാഴ്ചയ്ക്കും ഒരു ഭംഗിയുണ്ട്. 750 മേളിലോളം എപ്പിസോഡുകൾ സുരേഷ് ബാബു തന്നെയാണ് എഴുതിയത്. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും, പിന്നെയും ജോയിൻ ചെയ്യും. പ്രിൻസി എന്നൊരാൾ കൂടെ സുരേഷ് ബാബുവിനോടൊപ്പമുണ്ട്. അവർ രണ്ടുപേരും മാറി മാറിയാണ് എഴുതുന്നത്. അതിലെ കുട്ടികളെല്ലാം തൻ്റെ കൺമുൻപിൽ വളർന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണെന്നും വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് അവരെല്ലാം എന്നും സുരേഷ് ബാബു പറയുന്നു. എല്ലാവരും സ്നേഹത്തോടെ കണ്ണൻ മാമ എന്നാണ് വിളിക്കുന്നത്. ആ കുട്ടികളെ കിട്ടിയത് ഭാഗ്യമായി കരുതുന്നു. എല്ലാം ഒന്നിച്ചു വരിക എന്ന് പറയുമല്ലോ, അതുപോലെ ഒരു നിയോഗമായിരുന്നു അത്. അവരുടെ സന്തോഷങ്ങൾ മാത്രമല്ല, വിഷമങ്ങളും ഞങ്ങളുടേത് കൂടിയാണ്. കുട്ടികളൊക്കെ ബിജുവും നിഷചേച്ചിയും ചെയ്യുന്നത് നോക്കി പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നൽകാൻ ശ്രമിക്കുന്നതും കഥയെക്കുറിച്ച് ചോദിക്കുന്നതുമെല്ലാം കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. പ്രൊഫഷണലായി തന്നെ അവർ അഭിനയത്തെ സമീപിക്കുന്നുണ്ട്. ഈ പ്രായത്തിലും ഇടയ്ക്ക് അവർ തന്നെ കഥകളൊക്കെ കൊണ്ടുവരും. അവർ പറയുന്ന കഥാതന്തുക്കളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഉപ്പും മുളകും പരമ്പരയിലെ പാറുക്കുട്ടി സൂപ്പർ സ്മാർട്ടാണ് കേട്ടോ. പലരും പറയും പാറുക്കുട്ടിയുടെ കല്യാണം കൂടി കഴിഞ്ഞേ നിർത്താവൂ എന്ന്. അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഉപ്പും മുളകും നിർത്തരുതേ എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു എന്നറിയുമ്പോൾ. ഇപ്പോൾ ഡയലോഗുകളെല്ലാം എല്ലാവരും കൂടി പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നവംബർ 2024 റിലീസായ മുറ എന്ന സിനിമ എഴുതിയതും നമ്മുടെ ഫാസിയണ്ണനാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്കെത്താൻ നമ്മുടെ ഫാസിയണ്ണനെ, സുരേഷ് ബാബു ചേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉപ്പും മുളകും ഏറെ ഇഷ്ടമാണെന്നറിയാം. അതിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി.